ഭാരതീയ ജനതാ പാർട്ടി തലസ്ഥാന നഗരി ഭരിക്കൽ തുടങ്ങിയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ തട്ടിപ്പുകളാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ഞാൻ മന്ത്രിയായ വന്ന സമയം മുതൽ നഷ്ടത്തിലായിരുന്നു ഇലക്ട്രിക് ബസ്. എന്നാൽ ഞാനത് 8500 9000 രീതിയിലേക്ക് എത്തി. അപ്പൊ മുമ്പുള്ള ഗതാഗത മന്ത്രിയും കൂട്ടരും കൂടി ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയെന്നാണോ ഗണേഷ് കുമാർ തന്നെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്? തലവേദനയായല്ലോ ഈശ്വര. ഞാൻ നന്നായിട്ട് നോക്കിയത് കൊണ്ട് 2 വർഷം കൊണ്ട് 2500 ഉള്ളത് 8500 9000 എത്തിക്കാൻ സാധിച്ചോ? ഇനിയും അധികരിപ്പിക്കാൻ സാധിക്കോ? അപ്പൊ ഇതിനു മുമ്പുള്ള ഇടതുപക്ഷത്തെ ഗതാഗത മന്ത്രിയും കൂട്ടരും തട്ടിപ്പ് നടത്തിയെന്ന് തന്നെയല്ലേ പച്ചക്ക് ഗണേഷ് കുമാർ വിളിച്ചു പറയുന്നത്? ഇതിപ്പോ പേലി കിടന്ന പാമ്പിനെ എടുത്ത ഒരുമാതിരി മുഴുവൻ ഇപ്പൊ പറയണില്ല, ബാക്കി നിനക്കറിയാലോ. ഓരോ മലയാളിയും തിരിച്ചറിയാ, ഭാരതീയ ജനതാ പാർട്ടി തലസ്ഥാന നഗരിയിൽ അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇടതുപക്ഷം ചെയ്തതാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഓരോന്ന് കിട്ടാൻ നോക്കി നടക്കുക, മനുഷ്യനെ പറ്റി അധികം പറഞ്ഞ് നാട്ടിക്കാൻ. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇതിന്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ ടയർ 40,000 45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിന്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ചു വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേൻ്റെ ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് കൈനഷ്ടം തന്നെ. നിങ്ങൾ കേട്ടില്ലേ എത്ര മണ്ടത്തരമാണ് ഇയാൾ ഇങ്ങനെ മാധ്യമങ്ങളോട് പറയുന്നത്? ഇത് വിവേകമുള്ള മലയാളികൾ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട് പുച്ഛിച്ച് തള്ളൂലേ? പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ. കണ്ടോ, ഇവര് പറയാ ഞങ്ങൾ കമ്പനിയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ എന്തിനാ ഗതാഗത മന്ത്രി? അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിട. ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ ഇങ്ങനെ വലിച്ചു കയറി ഇങ്ങനെ പുറത്തേക്ക് ഇട്ടോണ്ടിരിക്കുന്നത് ദിവസങ്ങളായിട്ടുള്ളൂ. നമ്മൾ കാത്തിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടി കളി തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഭരിച്ചു മുടിച്ചവരുടെ സകല തട്ടിപ്പുകളും പുറത്തിടുമെന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട. ആരാധകരെ കണ്ട തന്നെയല്ല, എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസാക്ഷി കുത്താ.